55,200 മുതൽ 1,15,300 വരെയാണ് അതിന്റെ പേ സ്കെയിൽ എന്ന് വരുന്നത്. ഏറ്റവും ശരിയല്ലേ? സോ ആ ഗസ്റ്റ് അധ്യാപകർക്ക് പകരമായിട്ട് അധ്യാപകരെ റിക്രൂട്ട് ചെയ്ത് അവർക്ക് പ്രോപ്പർ ട്രെയിനിങ് കൊടുത്ത് അവരെ ടീമിന്റെ ഭാഗമായിട്ട് എല്ലാ അർത്ഥത്തിലും കൊണ്ടുവരണം എന്നൊരു ഉദ്ദേശവും കൂടെ ഈ ഒരു 5 വർഷത്തിനിടയിൽ നടപ്പിലാക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ശ്രീകല. നമ്മുടെ HSST എക്സാം ഒരുപാട് ഉദ്യോഗാർത്ഥികൾ വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു പരീക്ഷയാണ് HSST എന്ന് പറയുന്നത്. HSSTയെ കുറിച്ചുള്ള ഒരുപാട് സംശയങ്ങൾ ഞങ്ങളിലേക്ക് കോളുകളായിട്ടൊക്കെ എത്തുന്നു. അതിനെല്ലാത്തിനുള്ള ഒരു ആൻസർ ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. ത്രൂ ഔട്ട് കാണുക കേട്ടോ. അപ്പൊ അതിന് മുൻപായിട്ട് HSST എന്ന് പറയുന്ന എക്സാം എന്തുകൊണ്ടാണ് ഇത്ര ഒരു എന്താ പറയാ ഗ്ലാമറസ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്തൊരു പരീക്ഷയാവുന്നതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അതിന്റെ പേ സ്കെയിൽ തന്നെയാണ്. 55,200 മുതൽ 1,15,300 വരെയാണ് അതിന്റെ പേ സ്കെയിൽ എന്ന് വരുന്നത്. ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഭാഗം. പിന്നെ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം PGയും സെറ്റും അതുപോലെ നെറ്റ് അങ്ങനെയുള്ള ക്വാളിഫിക്കേഷൻസ് കഴിഞ്ഞ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം വരുന്ന ഏറ്റവും വലിയ പോസ്റ്റുകളിൽ ഒന്ന് തന്നെയാണ് HSST അധ്യാപകർ എന്ന് പറയുന്നത്. സോ നമുക്ക് നോക്കാം. ഏറ്റവും പ്രധാനമായിട്ടൊരു സംശയം, NEP പൂർണ്ണമായും നടപ്പിലാക്കിയാൽ HSSTക്ക് പ്രാധാന്യം ഏറെയോ? അതായത് NEP നമുക്കറിയാം, ന്യൂ എഡ്യൂക്കേഷൻ പോളിസി വരാൻ പോകുന്നത് 2030 കംപ്ലീറ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ആകും എന്നുള്ളതാണ് നമുക്കറിയാവുന്ന ഒരു കാര്യം. സോ അതങ്ങനെ ഇംപ്ലിമെന്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ HSSTയുടെ എന്താ പറയുക പ്രാധാന്യം കൂടുമോ എന്നുള്ളത് തന്നെ തീർച്ചയായിട്ടും കൂടും. കാരണം NEP ഇംപ്ലിമെന്റ് ആകുമ്പോൾ 5+3+3+4 എന്ന് പറയുന്ന ഒരു കാറ്റഗറൈസേഷനിലായിരിക്കും അത് ഇംപ്ലിമെന്റ് ആവുക. അതായത് പ്രീ സ്കൂൾ, അംഗൻവാടി 1ാം ക്ലാസ് 2ാം ക്ലാസ് വരെ ഫൗണ്ടേഷൻ സ്റ്റേജിലും, അതുപോലെ 3ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ പ്രിപ്പറേറ്ററി സ്റ്റേജിലും, 6 മുതൽ 8 വരെ മിഡിൽ സ്റ്റേജിലും, 9 മുതൽ 12 വരെ സെക്കൻഡറി സ്റ്റേജും. ഇന്നത്തെ നമ്മളുടെ ഒരു വിദ്യാഭ്യാസ സിസ്റ്റത്തിൽ നമുക്കറിയാം ക്ലാസ് 5 to 7 ആണ് ഒരു കാറ്റഗറിയിൽ വരുന്നത്. അതുപോലെ 7 to 10 മറ്റൊരു കാറ്റഗറി, 8 to 10 മറ്റൊരു കാറ്റഗറിയിലും, 11, 12 ലാസ്റ്റ് കാറ്റഗറിയിലും. HSA എന്ന് പറയുന്ന ഇടയിൽ ഒരു തസ്തിക നമുക്കുണ്ടായിരുന്നു. പക്ഷെ 2030 വരുമ്പം തീർച്ചയായിട്ടും അവിടെ 9 to 12 HSST എന്ന് പറയുന്ന അധ്യാപകരുടെ കാറ്റഗറൈസേഷൻ എന്ന് പറയുന്നത് നമുക്ക് 9th സ്റ്റാൻഡേർഡ് മുതൽ തീർച്ചയായിട്ടും വേക്കൻസി കൂടില്ലേ? വേക്കൻസി കൂടുക തന്നെ ചെയ്യും. പിന്നെ നല്ല രീതിയിൽ റിട്ടയർമെന്റ് വരുന്ന ഒരു സമയമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം +2 നിർബന്ധമാക്കിയ വർഷം എന്ന് പറയുന്നത് 2000 ആണ് ആദ്യമായിട്ട് +2 മാത്രമാക്കി വന്നത്. അപ്പൊ ആ സമയത്ത് സെറ്റ് ക്ലിയർ ചെയ്ത് കയറിയ ടീച്ചർമാരുടെ ഏജിന്റെ ഒരു ആവറേജ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2025-27 സമയത്തോടു കൂടി നല്ല രീതിയിലുള്ള റിട്ടയർമെന്റ് അധ്യാപകർക്കിടയിലുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു കാറ്റഗറൈസേഷനും കൂടി ആവുമ്പോൾ നല്ല വിജ്ഞാപനം നമുക്ക് ഇവിടെ പ്രതീക്ഷിക്കാം. HSST മേഖലയിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. നല്ല വേക്കൻസി നമുക്ക് അവിടെ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ HSAക്കാർക്ക് അവരുടെ ജോലി നഷ്ടപ്പെടുക അങ്ങനത്തെ വ്യാകുലതകളൊന്നും വേണ്ട. നിങ്ങൾക്ക് PG ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാനുള്ള അവസരവും ഗവൺമെന്റ് അവിടെ പ്രൊവൈഡ് ചെയ്യും കേട്ടോ. ഒഴിവുകൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഓൾറെഡി പറഞ്ഞു. മറ്റൊരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ? 2030 NEP കംപ്ലീറ്റ് ആയിട്ട് നടപ്പിലാക്കുമ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഇന്ന് വിദ്യാലയങ്ങളിലെ ഏറ്റവും കൂടുതൽ 11ഉം 12ഉം ക്ലാസ്സുകളിൽ ഏറ്റവും കൂടുതൽ ഗസ്റ്റ് അധ്യാപകരാണുള്ളത്. ശരിയല്ലേ? സോ ആ ഗസ്റ്റ് അധ്യാപകർക്ക് പകരമായിട്ട് അധ്യാപകരെ റിക്രൂട്ട് ചെയ്ത് അവർക്ക് പ്രോപ്പർ ട്രെയിനിങ് കൊടുത്ത് അവരെ ടീമിന്റെ ഭാഗമായിട്ട് എല്ലാ അർത്ഥത്തിലും കൊണ്ടുവരണം എന്നൊരു ഉദ്ദേശവും കൂടെ ഈ ഒരു 5 വർഷത്തിനിടയിൽ നടപ്പിലാക്കും. അത് ഗ്രാജുവലി നടക്കുന്ന ഒരു കാര്യമാണ്. സോ ഡെഫിനറ്റ്ലി ഗസ്റ്റ് അധ്യാപകരുടെ എണ്ണം കുറയുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബാച്ച് കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പോൾ CBSEയിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പോലും +1 +2 എന്ന് പറയുമ്പോൾ നോർമലി അവർ സ്റ്റേറ്റിലേക്കാണ് വരുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവിടെ എന്ത് സംഭവിക്കും? കുട്ടികളുടെ ഡിവിഷൻ ഫോൾ ഒന്നുമില്ല. ഡിവിഷൻ ഫോൾ ഇല്ലാത്ത ഒരു വിഭാഗമാണ് 11ഉം 12ഉം എന്ന് പറയുന്നത്. സോ ഡിവിഷൻ ഫോൾ ഇല്ല. ഗസ്റ്റ് അധ്യാപകരെ കുറയ്ക്കുക എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം കൂടുതൽ അധ്യാപകരെ അവർ പെർമനന്റ് ടീമിലേക്ക് തന്നെ ഉൾപ്പെടുത്തി ഗവൺമെന്റിന്റെ റിഗറസ് ട്രെയിനിങ് പ്രോസസ്സ്, നമുക്കറിയാം ഇന്ന് ഗവൺമെന്റ് സ്കൂൾ അധ്യാപകർക്ക് കിട്ടുന്ന ട്രെയിനിങ് പ്രോസസ്സ് എന്ന് പറയുന്നത് നല്ല അടിപൊളി ട്രെയിനിങ് പ്രോസസ്സാണ്. അതിലൂടെ അവരെ കൃത്യമായിട്ട് മൗൾഡ് ചെയ്തെടുത്ത് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് കൊണ്ടുപോവുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ആ ഒരു പ്ലാൻ മുന്നോട്ട് പോകുന്നത്. അപ്പം ഒഴിവുകളെ കുറിച്ചും HSST എക്സാംസിനെ കുറിച്ചുള്ള നിങ്ങളുടെ ആശങ്ക തീർന്നു എന്ന് വിചാരിക്കുന്നു. HSST വിജ്ഞാപനം എപ്പോൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഡിസംബറിലല്ല എങ്കിൽ പോലും 2026 ആദ്യ ക്വാർട്ടറിൽ തന്നെ HSST വിജ്ഞാപനങ്ങൾ വരും. അപ്പൊ അതിന് മുൻപായിട്ട് നിങ്ങൾ സെറ്റ് ആരെങ്കിലും ക്ലിയർ ചെയ്തിട്ടില്ല എങ്കിൽ ഫെബ്രുവരി 22 നടക്കുന്ന സെറ്റ് എക്സാം വളരെ ക്രൂഷ്യലാണ്. അതിനെ വളരെ സീരിയസ് ആയിട്ട് തന്നെ കണ്ട് പഠിച്ച് മുന്നോട്ട് പോവുക. ഒരുപാട് വിഷയങ്ങളിലേക്ക് HSST അധ്യാപകർക്ക് അവസരങ്ങൾ വരുന്നുണ്ട്. വളരെ റീസെന്റ് ആയിട്ട് HSST കെമിസ്ട്രിയിൽ ഒറ്റയടിക്ക് പോയത് 64 അഡ്വൈസാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, അവസരങ്ങളല്ലേ അത്. അപ്പൊ ഇന്നലെ വരെ നിയമനം ഇല്ലായിരുന്നു, 3 നിയമനേ നടന്നോളൂ, 4 നിയമനേ നടന്നോളൂ എന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. വളരെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിലാണ് 64 അഡ്വൈസ് ഒരുമിച്ച് പോയത്. അങ്ങനെ ഏത് സബ്ജക്ട്
സബ്ജക്ട്സിൽ വേണമെങ്കിലും നടക്കാം. സോ അവസരങ്ങൾ മുന്നിൽ കണ്ട് നമ്മുടെ സ്കിൽസിനെ നമ്മൾ ഏറ്റവും നന്നായിട്ട് ഷാർപ്പൻ ചെയ്ത് വെക്കുക. നിങ്ങൾ സെറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള അധ്യാപകരാണ് എങ്കിൽ HSST എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് പെട്ടെന്ന് തന്നെ എത്തുക. കാരണം ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ 2 മാസം കൊണ്ടോ പഠിച്ചു തീർക്കാൻ പറ്റുന്ന പോർഷൻ അല്ല HSSTയിലുള്ളത്. നിങ്ങളുടെ സബ്ജക്റ്റും വളരെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ള ജനറൽ പേപ്പറും ഒക്കെ ഉണ്ട്. സോ അവിടെ വളരെ പ്ലാൻഡ് ആയിട്ടുള്ള നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പഠനം തന്നെയാണ് അവിടെ വേണ്ടത്. അതിനുവേണ്ടി ഇപ്പോഴേ തുടങ്ങുക. കാരണം വിജ്ഞാപനം വന്നു കഴിഞ്ഞാൽ കൂടിപ്പോയാൽ 6 മാസം അതിനുള്ളിൽ പരീക്ഷ നടക്കും. നമുക്ക് പ്രിലിമിനറി മെയിൻസ് ഒന്നുമില്ല, ഒറ്റ ടയർ എക്സാമേ ഉള്ളൂ. സോ അതിൽ ഏറ്റവും നല്ല രീതിയിൽ പഠിക്കുക. HSST എല്ലാ സബ്ജക്ട്സിന്റെയും കോച്ചിങ് കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ അവൈലബിൾ ആണ്. കോച്ചിങ്ങിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ ആരെങ്കിലും സെറ്റ് ക്ലിയർ ചെയ്തിട്ടില്ല എങ്കിൽ മക്കളെ പെട്ടെന്ന് ക്ലിയർ ചെയ്യുക. കാരണം ഇതുവരെ നമുക്ക് ഡിസംബർ 30 വരെയുള്ള വിജ്ഞാപനങ്ങളിൽ HSST ഇല്ല. സോ ഡിസംബർ 31 അല്ലെങ്കിൽ എന്തായാലും അടുത്ത മാസം അടുത്ത വർഷം ആദ്യത്തെ ക്വാർട്ടറിൽ നമുക്ക് എന്ത് വരുന്നുണ്ട്? HSST വരും. ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ നമുക്ക് എന്ത് വേണം? സെറ്റ് ക്ലിയർ ചെയ്ത് വെക്കണം. ഇനി അതല്ല, നിങ്ങൾക്ക് ഒരു NCA വിജ്ഞാപനം ആയിക്കോട്ടെ, ഈവൻ ഒരു സ്കൂളിൽ ഗസ്റ്റ് പോസ്റ്റിൽ പോകണമെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് വേണം? സെറ്റ് ക്ലിയർ ചെയ്തേ പറ്റും. സോ ഏതെങ്കിലും ഉദ്യോഗാർത്ഥികൾ ഇത് കാണുന്നവർ സെറ്റ് ക്ലിയർ ആയിട്ടില്ല എങ്കിൽ ഫെബ്രുവരി 22 നടക്കുന്ന സെറ്റ് എക്സാമിനെ വളരെ സീരിയസ് ആയിട്ട് കണ്ട് പഠിച്ച് മുന്നോട്ട് പോവുക. സോ നമ്മുടെ ക്ലാസ്സുകളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് ബോർഡ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. വീണ്ടും നമുക്ക് കാണാം മറ്റൊരു വീഡിയോയിലൂടെ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.